Today we will discuss about some problems relating to nth derivatives of rational functions. First problem, find the nth derivative of y equal to x by x square plus a square. അപ്പോൾ nth ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് y ഈക്വൽ ടു എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. റാഷണൽ ഫംഗ്ഷന്റെ nth ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അതുപോലെ അതിന്റെ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ചെയ്തത്? ആദ്യം അതിനെ പാർഷ്യൽ ഫ്രാക്ഷനാക്കി മാറ്റുക, അതിനുശേഷം ഡിമോവിയസ് തിയറം അപ്ലൈ ചെയ്യേണ്ട സ്ഥലത്ത് ഡിമോവിയസ് തിയറം അപ്ലൈ ചെയ്യുക. ഇത്രയും കാര്യങ്ങളായിരുന്നു ചെയ്യേണ്ടത് അതിന്റെ nth ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ. പിന്നെ nth ഡെറിവേറ്റീവിന്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഏത് ഫോമിലാണോ ഉള്ളത് ആ ഒരു ഫോമിലേക്കുള്ള nth ഡെറിവേറ്റീവിന്റെ ഇക്വേഷനും കൂടി അപ്ലൈ ചെയ്യും. അപ്പൊ നോക്കാം, y ഈക്വൽ ടു എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നാണ് ഉള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഫാക്ടറൈസ് ചെയ്യുക അല്ലെ, ഡിനോമിനേറ്ററിലുള്ള ഇതിനെ ഫാക്ടറൈസ് ചെയ്യുന്നു. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറിനെ ഫാക്ടറൈസ് ചെയ്താൽ നമുക്ക് എക്സ് പ്ലസ് ഐ എ ഇൻറ്റു എക്സ് മൈനസ് ഐ എ എന്ന് എഴുതാം അല്ലെ. ഇത് ഡൗട്ടൊന്നുമില്ലല്ലോ, കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ്. അതായത് ഡൗട്ട് ഉള്ളവരാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം, എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് എടുക്കുക, എന്നിട്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് ഐ എയും മൈനസ് ഐ എയും കിട്ടും. അങ്ങനെ ആകുമ്പോൾ അതിന്റെ ഫാക്ടർ എഴുതുന്നത് എക്സ് പ്ലസ് ഐ എ ഇൻറ്റു എക്സ് മൈനസ് ഐ എ. ഇത് പറഞ്ഞതിന്റെ ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ദെൻ ഇതിനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ഇവിടെ നോക്കാം, ലീനിയർ ഫാക്ടർ ആണ്. അപ്പം എ ബൈ ഒരു ഫാക്ടർ പ്ലസ് ബി ബൈ അടുത്ത ഫാക്ടർ. അപ്പം എ ബൈ എക്സ് പ്ലസ് ഐ എ പ്ലസ് ബി ബൈ എക്സ് മൈനസ് ഐ എന്ന് എഴുതുന്നു. ദെൻ ഇതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. എ ഇൻറ്റു എക്സ് മൈനസ് ഐ എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് ഐ എ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് ഐ എ ഇൻറ്റു എക്സ് മൈനസ് ഐ എ എന്ന് എഴുതുന്നു. അപ്പൊ ഇവിടെ എൽ എച്ച് എസിൽ എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറും ഉണ്ട്. അതുപോലെ ആർ എച്ച് എസിൽ എ ഇൻറ്റു എക്സ് മൈനസ് ഐ എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് ഐ എ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് ഐ എ ഇൻറ്റു എക്സ് മൈനസ് ഐ എ എന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ ഡിനോമിനേറ്റർ ഇതും സെയിം ആണല്ലേ, ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് തന്നെയാണ് ഇത്. അപ്പം ഡിനോമിനേറ്റർ സെയിം ആണ്. അതുപോലെ രണ്ട് ഇക്വേഷൻസ് ഈക്വൽ ആണെന്ന് പറയുമ്പോൾ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ഓൾറെഡി അതിന്റെ ന്യൂമറേറ്ററും സെയിം ആയിരിക്കും. അതായത് എക്സ് ഈക്വൽ ടു എ ഇൻറ്റു എക്സ് മൈനസ് ഐ എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് ഐ എന്ന് എഴുതാം. ഇനി ഇതിന്റെ അകത്ത് നമുക്ക് എയും ബിയും കണ്ടുപിടിക്കണം. എയും ബിയും കണ്ടുപിടിച്ചതിന് ശേഷം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതിൽ എയും ബിയും കണ്ടുപിടിക്കാൻ ആദ്യം എക്സിന് ഐ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പം പുട്ട് എക്സ് ഈക്വൽ ടു ഐ എ ഇൻ ഇക്വേഷൻ 2. therefore ഇക്വേഷൻ 2 implies ഐ എ ഈക്വൽ ടു, അതായത് എക്സിനൊക്കെ ഐ എ കൊടുക്കുന്നു, ഐ എ ഈക്വൽ ടു ഇവിടെ ഐ എ മൈനസ് ഐ എ. അപ്പൊ ഈ ടേം 0 ആയി പോയി. ബാക്കിയുള്ളത് ബി ഇൻറ്റു ഐ എ പ്ലസ് ഐ എ, ദാറ്റ് ഇസ് ഈക്വൽ ടു 2i a b. അപ്പം അതിൻ്റെ അകത്ത് ബി കണ്ടുപിടിക്കാം. ബി ഈക്വൽ ടു ഐ എ ഡിവൈഡഡ് ബൈ 2ia. ഐ എ ക്യാൻസൽ ചെയ്താൽ 1/2 ആൻസർ കിട്ടുന്നു. അതുപോലെ ദെൻ ഇവിടുന്ന് ബി നമുക്ക് കിട്ടി. എ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സിന് എന്ത് ചെയ്യുന്നു? മൈനസ് ഐ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പം ബിന്റെ ടേംസ് 0 ആയി പോകും. അപ്പൊ അതിന് വേണ്ടിയിട്ട് എക്സ് ഈക്വൽ ടു മൈനസ് ഐ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മൈനസ് ഐ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ടേം 0, അതായത് മൈനസ് ഐ എ പ്ലസ് ഐ എ. അപ്പം ഈ ബി എന്ന് പറഞ്ഞ ടേം 0 ആയി പോകും. ബാക്കിയുള്ളത് മാത്രം വരും. അപ്പൊ മൈനസ് എക്സിന് മൈനസ് ഐ എ കൊടുത്തു. അപ്പൊ മൈനസ് ഐ എ ഈക്വൽ ടു എ ഇൻറ്റു മൈനസ് ഐ എ മൈനസ് ഐ എ, ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് 2ia എന്ന് വരുന്നു. ദാറ്റ് ഇസ് ഈക്വൽ, ഇതിന്റെ അകത്ത് എ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ എ ഈക്വൽ ടു മൈനസ് ഐ എ ഡിവൈഡഡ് ബൈ മൈനസ് 2ia. മൈനസ് ഐ എ ക്യാൻസൽ ചെയ്ത് ബാക്കിയുള്ളത് 1/2. അപ്പൊ എയും ബിയും 1/2 കിട്ടി. ദെൻ ഇതിന്റെ വാല്യൂ, അതായത് ഈ ഒരു എന്റെയും ബിന്റെയും വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. therefore ഇക്വേഷൻ 1 implies y ഈക്വൽ ടു എക്ക് പകരം 1/2, അതുപോലെ ബിക്ക് പകരം 1/2. അപ്പൊ 1/2 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് ഐ എ പ്ലസ് 1/2 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് ഐ എ എന്ന് കിട്ടുന്നു. ദാറ്റ് ഇസ് ഈക്വൽ ടു, ഇവിടെ 1/2 കോമൺ ആയതുകൊണ്ട് ഔട്ട് സൈഡിൽ എടുക്കുന്നു. അപ്പൊ 1/2 ഇൻറ്റു 1/x പ്ലസ് ഐ എ പ്ലസ് 1/x മൈനസ് ഐ എ എന്ന് കിട്ടുന്നു. ദെൻ ഇതിന് നമുക്ക് y കിട്ടി. ഇനി നമുക്ക് nth ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. അതായത് yn കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ nth ഡെറിവേറ്റീവ് ഓഫ് എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ കണ്ടുപിടിക്കണം. അതായത് ഇതിന്റെ nth ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. 1/2 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിനെ ഔട്ട് സൈഡിൽ എടുത്തു. എന്നിട്ട് ഇതിന്റെ nth ഡെറിവേറ്റീവ് പ്ലസ് ഇതിന്റെ nth ഡെറിവേറ്റീവ്. അപ്പൊ nth ഡെറിവേറ്റീവ് ഓഫ് 1/x പ്ലസ് ഐ എ പ്ലസ് nth ഡെറിവേറ്റീവ് ഓഫ് 1/x മൈനസ് ഐ എ. നമുക്കറിയാം nth ഡെറിവേറ്റീവ് ഓഫ് 1/ax പ്ലസ് ബി എന്ന് പറഞ്ഞാൽ -1 ഓൾ റേസ് ടു n ഇൻറ്റു n ഫാക്ടോറിയൽ ഇൻറ്റു a റേസ് ടു n ഡിവൈഡഡ് ബൈ ax പ്ലസ് ബി ഓൾ റേസ് ടു n പ്ലസ് 1 ആണ്. ആ ഒരു ഫോർമുല അപ്ലൈ ചെയ്യാമെങ്കിൽ ഇവിടെ എന്റെ സ്ഥാനത്ത് 1ഉം ബിന്റെ സ്ഥാനത്ത് ax പ്ലസ് ബി എന്ന് പറഞ്ഞ ഫോമിലാണ് അല്ലെ, 1/ax പ്ലസ് ബി ആണ്. അപ്പൊ എന്റെ സ്ഥാനത്ത് 1, ബിന്റെ സ്ഥാനത്ത് ഐ എ ആണുള്ളത്. അപ്പം -1 ഓൾ റേസ് ടു n ഇൻറ്റു n ഫാക്ടോറിയൽ ഇൻറ്റു a റേസ് ടു n. എ എന്ന് പറഞ്ഞാൽ ഇവിടെ 1 ആയതുകൊണ്ട് 1 റേസ് ടു n ഡിവൈഡഡ് ബൈ ax പ്ലസ് ബി ഓൾ റേസ് ടു n പ്ലസ് 1. ഇവിടെ ax പ്ലസ് ബിക്ക് പകരം x പ്ലസ് ഐ എ ആണ്. അപ്പൊ x പ്ലസ് ഐ എ ഓൾ റേസ് ടു n പ്ലസ് 1. സെയിം ഇക്വേഷൻ ഇതിലും യൂസ് ചെയ്യാം. അപ്പൊ ഇവിടെയും എ എന്ന് പറഞ്ഞ 1 ആണ്, ബി എന്ന് പറഞ്ഞ മൈനസ് ഐ എ ആണ്. അപ്പൊ -1 ഓൾ റേസ് ടു n ഫാക്ടോറിയൽ ഇൻറ്റു എക്ക് പകരം 1 റേസ് ടു n ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് ബിക്ക് പകരം ഇവിടെ ഉള്ളത് എക്സ് മൈനസ് ഐ എ ആണ്. അപ്പൊ എക്സ് മൈനസ് ഐ എ ഓൾ റേസ് ടു n പ്ലസ് 1 എന്ന് കിട്ടുന്നു. ദെൻ ഇവിടെ
1 raised to n എന്ന് പറഞ്ഞാൽ 1 തന്നെ. അപ്പൊ ഇവിടെ രണ്ട് ടേമിലും കോമൺ ആയിട്ടുള്ളത് -1 all raised to n into n ഫാക്ടോറിയൽ ആണ്. അപ്പൊ അതിനെ ഔട്ട് സൈഡിൽ എടുക്കുന്നു. നമുക്ക് കിട്ടുന്നു -1 all raised to n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2 into 1 by x plus ia all raised to n plus 1 plus 1 by x minus ia all raised to n plus 1 എന്ന് കിട്ടുന്നു. ദെൻ ഇവിടെ നമുക്കറിയാം 1 by x plus ia all raised to n plus 1 നെ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം x plus ia all raised to minus of n plus 1 എന്നാവുന്നു. അതുപോലെ ഇതും x plus ia all raised to minus of n plus 1 എന്നാവുന്നു. ദെൻ ഇതിന് പോളാർ കോർഡിനേറ്റിലേക്ക് മാറ്റാൻ വേണ്ടി ഇതിന്റെ കാർട്ടീഷ്യൻ കോർഡിനേറ്റിലാണ് ഉള്ളത്. അപ്പൊ അതിനെ പോളാർ കോർഡിനേറ്റിലേക്ക് മാറ്റാൻ വേണ്ടി എക്സിന് ആർ കോസ് തീറ്റയും എക്ക് ആർ സൈൻ തീറ്റയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ ആകുമ്പോൾ 6 അതായത് ഇതിനെ ഇത് സ്ക്വയർ ചെയ്യുക ഇത് സ്ക്വയർ ചെയ്യുന്നു. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. അങ്ങനെ വരുമ്പോൾ ആർ സ്ക്വയറിനെ കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആർ സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. അപ്പം കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1. അപ്പം എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് വരുന്നു. അപ്പോൾ ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇത് കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തതാണ് എങ്ങനെയാണെന്നുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ഒന്നും കൂടെ എഴുതാത്തത്. നിങ്ങൾ ഈ ഒരു ഫോർമുല പഠിച്ചു വെച്ചാലും മതി. അല്ലെങ്കിൽ ഇത് രണ്ടിൻ്റെ അകത്തും എങ്ങനെയാണ്, അതായത് ഈ ഒരു ഇക്വേഷൻ സ്ക്വയർ ചെയ്യുക ഈ ഒരു ഇക്വേഷൻ സ്ക്വയർ ചെയ്യുക അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആറിന്റെ വാല്യൂ കിട്ടുന്നത്. അതുപോലെ ഈ ഈക്വേഷനും കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതായത് എ ബൈ എക്സ് ചെയ്യുമ്പോൾ ഈക്വൽ ടു ആർ ബൈ ആർ സൈൻ തീറ്റ ഡിവൈഡ് ബൈ ആർ കോസ് തീറ്റ. അപ്പോൾ ആർ ക്യാൻസൽ ചെയ്താൽ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ ആവും. അപ്പോൾ ടാൻ തീറ്റ ഈക്വൽ ടു എ ബൈ എക്സ് ആണെങ്കിൽ തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എ ബൈ എക്സ് എന്നുള്ള ഫോർമുലയും കിട്ടും. ഒന്നിക്ക് നിങ്ങൾക്ക് അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് ഇതാക്കാം, അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെച്ചാലും മതി. അപ്പോൾ ഇതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഒരു ടേമിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതായത് എക്സ് പ്ലസ് ഐ എ ഓൾ റൈസ് ടു മൈനസ് ഓഫ് എൻ പ്ലസ് 1 എക്സിന് ആർ കോസ് തീറ്റയും എക്ക് ആർ സൈൻ തീറ്റയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ആർ കോസ് തീറ്റ പ്ലസ് ഐ ആർ സൈൻ തീറ്റ ഓൾ റൈസ് ടു മൈനസ് ഓഫ് എൻ പ്ലസ് 1. ഇവിടെ ആർ റൈസ് ടു മൈനസ് ഓഫ് എൻ പ്ലസ് 1 കോമൺ ആയതുകൊണ്ട് അതിനെ ഔട്ട് സൈഡിൽ എടുക്കുന്നു. അപ്പോൾ ആർ റൈസ് ടു മൈനസ് ഓഫ് എൻ പ്ലസ് 1 ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ഓൾ റൈസ് ടു മൈനസ് ഓഫ് എൻ പ്ലസ് 1 എന്ന് വരുന്നു. ദെൻ ഇവിടെ ഡിമോവേസ് തിയർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഡിമോവേസ് തിയർ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ഓൾ റൈസ് ടു എൻ എന്ന് പറയുന്നത് കോസ് എൻ തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ഐ സൈൻ എൻ തീറ്റയാണ്. അപ്പൊ ഇവിടെ എന്നിന് പകരം മൈനസ് ഓഫ് എൻ പ്ലസ് 1 ആണുള്ളത്. അപ്പം ആർ റൈസ് ടു മൈനസ് ഓഫ് എൻ പ്ലസ് 1 ഇൻറ്റു കോസ് എൻ തീറ്റ. അപ്പൊ എന്നിന് പകരം ഇതായതുകൊണ്ട് കോസ് ഓഫ് മൈനസ് ഓഫ് എൻ പ്ലസ് 1 തീറ്റ പ്ലസ് ഐ സൈൻ എൻ തീറ്റ. ഐ സൈൻ ഓഫ് ഇവിടെ എന്നിന് മൈനസ് ഓഫ് എൻ പ്ലസ് 1 തീറ്റ. പിന്നെ കോസ് ഓഫ് മൈനസ് തീറ്റ കോസ് തീറ്റ തന്നെയാണ്, അതായത് ഈവൻ ഫംഗ്ഷൻ ആണ്. അതുപോലെ സൈൻ ഓഫ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ തീറ്റയാണ്. അത് നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആ ഒരു റിസൾട്ട് അപ്ലൈ ചെയ്യാം. അപ്പൊ കോസ് ഓഫ് മൈനസ് തീറ്റ കോസ് തീറ്റ, അതുകൊണ്ട് തന്നെ കോസ് ഓഫ് മൈനസ് ഓഫ് എൻ പ്ലസ് 1 തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് ഓഫ് എൻ പ്ലസ് 1 തീറ്റ വരുന്നു. അതുപോലെ സൈൻ ഓഫ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ തീറ്റയാണ്. അപ്പൊ എന്താവും ഇവിടെ മൈനസ് ഐ ഇൻറ്റു സൈൻ ഓഫ് എൻ പ്ലസ് 1 തീറ്റ എന്ന് വരുന്നു. ദെൻ ഇതേപോലെ നമുക്ക് സെക്കൻഡ് ടേം അതായത് എക്സ് മൈനസ് ഐ എ ഓൾ റൈസ് ടു മൈനസ് ഓഫ് എൻ പ്ലസ് 1 കൂടെ ചെയ്യണം. അപ്പൊ അതിലും അതുപോലെ തന്നെ എക്സിന് എന്ത് ചെയ്യാം ആർ കോസ് തീറ്റയും എക്ക് ആർ സൈൻ തീറ്റയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ഇത് സെയിം മെത്തേഡ് തന്നെ ആർ റൈസ് ടു മൈനസ് ഓഫ് എൻ പ്ലസ് 1 കോമൺ ആയതുകൊണ്ട് അത് ഔട്ട് സൈഡിലെടുത്തു. ബാക്കി ഇവിടെ ഡിമോവിയസ് തിയറം അപ്ലൈ ചെയ്യുന്നു. അതായത് കോസ് ഓഫ് മൈനസ് ഓഫ് എൻ പ്ലസ് 1 തീറ്റ മൈനസ് ഐ ഇൻറ്റു സൈൻ ഓഫ് മൈനസ് ഓഫ് എൻ പ്ലസ് 1 തീറ്റ. ഇവിടെ ഇതുപോലെ തന്നെ കോസ് ഓഫ് മൈനസ് തീറ്റ കോസ് തീറ്റയാണ്, അതുകൊണ്ട് കോസ് ഓഫ് എൻ പ്ലസ് 1 തീറ്റ തന്നെ വരുന്നു. ഇവിടെ ഓൾറെഡി ഉള്ള മൈനസും പിന്നെ സൈൻ ഓഫ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ തീറ്റയാണ്. അപ്പൊ ആ ഒരു മൈനസും കൂടെ രണ്ട് മൈനസും കൂടെ പ്ലസ് ആവുന്നു. ദെൻ ഐ പ്ലസ് ഐ ഇൻറ്റു സൈൻ ഓഫ് എൻ പ്ലസ് 1 തീറ്റ എന്ന് വരുന്നു. ഇനി ഈ രണ്ട് വാല്യൂസും ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ nth ഡെറിവേറ്റീവ് ഓഫ് എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഈക്വൽ ടു -1 ഓൾ റൈസ് ടു എൻ ഫാക്ടോറിയൽ ബൈ 2 ഇൻറ്റു രണ്ട് റിസൾട്ട് ഇപ്പം കിട്ടിയത് ആർ റൈസ് ടു മൈനസ് ഓഫ് എൻ പ്ലസ് 1 ഇൻറ്റു കോസ് ഓഫ് എൻ പ്ലസ് 1 തീറ്റ മൈനസ് ഐ ഇൻറ്റു സൈൻ ഓഫ് എൻ പ്ലസ് 1 തീറ്റ പ്ലസ് ഈ ഒരു ടേം ആർ റൈസ് ടു മൈനസ് ഓഫ് എൻ പ്ലസ് 1 തീറ്റ ഇൻറ്റു കോസ് ഓഫ് എൻ പ്ലസ് 1 തീറ്റ പ്ലസ് ഐ ഇൻറ്റു സൈൻ ഓഫ് എൻ പ്ലസ് 1 തീറ്റ. ഇവിടെ ആർ റൈസ് ടു മൈനസ് ഓഫ് എൻ പ്ലസ് 1 തീറ്റ എന്ന് പറഞ്ഞാൽ കോമൺ ആയതുകൊണ്ട് അത് ഔട്ട് സൈഡിൽ എടുക്കുന്നു. ബാക്കിയുള്ള ടേംസ് എഴുതാം. അപ്പം -1 all raised to n into n factorial divided by 2 into r raised to minus of n plus 1 into cos of n plus 1 theta minus I sin of n plus 1 theta plus cos of n plus 1 theta plus I sin of n plus 1 theta എന്ന് വരുന്നു. That is equal to ഇവിടെ നോക്കാം I sin of minus I sin of n plus 1 theta plus I sin of n plus 1 theta ക്യാൻസൽ ചെയ്തു. ബാക്കിയുള്ളത് 2 into cos of n plus 1 theta. ഇവിടുത്തെ 2 കൂടെ ക്യാൻസൽ ചെയ്തു. That is equal to -1 all raised to n into n factorial into r raised to minus of n plus 1 into cos of n plus 1 theta എന്ന് വരുന്നു. ഇവിടെ r raised to minus of n plus 1 നെ നമുക്ക് ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരും, താഴേക്ക് കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും r raised to n plus 1 theta എന്ന് കിട്ടും അല്ലെ. Sorry, r raised to n plus 1 എന്ന് കിട്ടും. That is equal to -1 all raised to n factorial divided by r raised to n plus 1 into cos of n plus 1 theta എന്ന് വരുന്നു. Where r equal to
root of x square plus a square and theta equal to tan inverse a by x. എത്രയാണ് അതിന്റെ സൊല്യൂഷൻ വരുന്നത്? Then next question, find the nth derivative of y equal to 1 by 1 plus x square plus x cube. ഇവിടെ നോക്കുക, ഇവിടെ നമുക്കുള്ളത് x ഈക്വൽ ടു, അതായത് ഇവിടെ ഈ ഡിനോമിനേറ്ററിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫാക്ടറൈസ് ചെയ്യുന്നത് അല്ലെ. 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബിനെ ഫാക്ടറൈസ് ചെയ്യണം. അപ്പൊ അതിനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നോക്കാം, ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് ഒരു റൂട്ട് കിട്ടണം അല്ലെ. അപ്പൊ 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ്, അതിന്റെ ഒരു റൂട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ഏതെങ്കിലും ഒരു വാല്യൂസ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. നമുക്കിപ്പം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് നേരിട്ട് ഫാക്ടർ കാണാനുള്ള മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ കൂടുതലാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ അതിൽ 0 കിട്ടുന്നുണ്ടോ നോക്കുക. അതാണല്ലോ അതിന്റെ റൂട്ട്. അതായത് ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഈക്വൽ ടു 0 ഇട്ട് കൊടുക്കുമ്പോൾ ആ വാല്യൂ, അതായത് എക്സിന് ഏത് വാല്യൂ ഇട്ട് കൊടുക്കുമ്പോഴാണോ ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്, അതായിരിക്കും അതിന്റെ റൂട്ട് അല്ലെങ്കിൽ അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എന്ത് ചെയ്യാം, ഇവിടെ എക്സിന് 1 ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഇത് 0 ആയി പോകുന്നില്ല. ഇനി അടുത്തത് -1 കൊടുത്തു നോക്കുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ 1 -1 ഓൾ സ്ക്വയർ, അതായത് 1 -1 പിന്നെ -1 ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ +1. അപ്പൊ 1 -1 എന്ന് പറഞ്ഞാൽ 0, ഇവിടെ +1, ഇവിടെ -1 ഓൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ -1. അപ്പൊ 1 -1 ഇത് 0. നിങ്ങൾ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് നോക്കിയാൽ മതി. ഈ ഒരു ഇതിൽ x ഈക്വൽ ടു -1 എന്ന് പറഞ്ഞാൽ ഇതിന്റെ സൊല്യൂഷൻ ആയിട്ട് വരുന്നത്. അതായത് ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 0 കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ x ഈക്വൽ ടു -1 ഈസ് എ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് ആണ്. നമുക്കറിയാം x ഈക്വൽ ടു a എന്ന് പറയുന്നത് ഒരു ഇക്വേഷന്റെ റൂട്ട് ആണെങ്കിൽ x മൈനസ് a എന്ന് പറയുന്നത് അതിന്റെ ഒരു ഫാക്ടർ ആയിരിക്കും. നിങ്ങൾ പണ്ട് പോളിനോമിയലിന്റെ ചാപ്റ്ററിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ചെറിയ ക്ലാസ്സിലൊക്കെ പോളിനോമിയലൊക്കെ പഠിച്ചപ്പം ഫാക്ടർ തിയറം എന്ന് പറഞ്ഞിട്ടൊരു തിയറം പഠിച്ചിട്ടുണ്ടാവും. അതായത് x ഈക്വൽ ടു a എന്ന് പറയുന്ന ഒരു റൂട്ട് ആണെങ്കിൽ x മൈനസ് a എന്ന് പറയുന്നത് അതിന്റെ ഒരു ഫാക്ടർ ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ x ഈക്വൽ ടു -1 എന്ന് പറയുന്നത് റൂട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ x -1 ദാറ്റ് ഈസ് ഈക്വൽ ടു x പ്ലസ് 1 ഈസ് എ ഫാക്ടർ ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് ആയിരിക്കും. അപ്പം ഇതിന്റെ ഒരു ഫാക്ടർ ആണ് ഇതെന്ന് കിട്ടി. ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ ഇതിനെ ഡിവൈഡ് ചെയ്യാം, ഈ ഒരു ഫാക്ടറിനെ കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നു, ഈ ഇക്വേഷനെ ഡിവൈഡ് ചെയ്യുന്നു. ഇക്വേഷൻ പോളിനോമിയൽ ഡിവൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാവുന്ന വിശ്വസിക്കുന്നു. എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1നെ എക്സ് പ്ലസ് 1 കൊണ്ട് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുക? ആദ്യം എക്സ് ക്യൂബിൽ എത്ര എക്സ് ഉണ്ടെന്ന് നോക്കാം അല്ലെ. ഫസ്റ്റ് ടേം സാധാരണ നമ്മുടെ ഡിവിഷൻ പോലെ തന്നെയാണ് പോളിനോമിയൽ ഡിവിഷനും വരുന്നത്. എക്സ് ക്യൂബിൽ എത്ര എക്സ് ഉണ്ടെന്ന് നോക്കാം, എക്സ് സ്ക്വയർ. അപ്പൊ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് ക്യൂബ് കിട്ടുന്നു. പിന്നെ എക്സ് സ്ക്വയർ കൊണ്ട് ഈ 1നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. പ്ലസ് എക്സ് ഇൻറ്റു 1, സോറി എക്സ് സ്ക്വയർ ഇൻറ്റു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. അപ്പൊ ഇതിനെ ഇതുകൊണ്ട് മൈനസ് ചെയ്യുന്നു, സാധാ ഡിവിഷൻ പോലെ തന്നെ. അപ്പൊ ഇവിടെ 0 കിട്ടുന്നു. ദെൻ നെക്സ്റ്റ് ടേം ഇറക്കി എഴുതുന്നു, അതായത് എക്സ് പ്ലസ് 1 എന്നുള്ളത്. അപ്പൊ എക്സിൽ എത്ര എക്സ് ഉണ്ടെന്ന് നോക്കാം, അതായത് 1. അപ്പൊ ഈ 1നെ കൊണ്ട് ഇതിനെ രണ്ടിനെയും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. 1 ഇൻറ്റു എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ഇൻറ്റു 1 ഈക്വൽ ടു 1. ദെൻ ഇത് മൈനസ് ചെയ്യുമ്പോൾ 0 കിട്ടുന്നു. അതായത് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, ഈ ഒരു ടേമിനെ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു, അതായത് നമുക്കറിയാം ഈ ഒരു ഇങ്ങനെയാണ് ഇക്വേഷൻ ഉള്ളെങ്കിൽ, അതായത് പി എന്ന് പറയുന്ന ഒരു പോളിനോമിയലെ ക്യൂ എന്ന് പറയുന്ന ഇതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എസും അതുപോലെ റിമൈൻഡർ 6 കിട്ടുകയാണെങ്കിൽ നമുക്ക് പി ബൈ ക്യൂവിനെ എങ്ങനെ എഴുതാം, എസ് ഇൻറ്റു ക്യൂ പ്ലസ് 6 എന്ന് എഴുതാം. ആ ഒരു ഫോമുലാണ് ഇവിടെ വരുന്നതെങ്കിൽ ഈ ഒരു, അതായത് ഇതിനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പം ഇതേ ഡിവൈഡ് ബൈ ഇതെന്ന് പറയുന്നത് എന്താണ്, എസ് ഇൻറ്റു ക്യൂ, അതായത് എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 പ്ലസ് ഈ റിമൈൻഡർ 0 ആയതുകൊണ്ട് അത് എഴുതുന്നില്ല. അപ്പൊ ഈ ഒരു ടേമിനെ നമുക്ക്, അല്ലെങ്കിൽ പി ഈക്വൽ ടു, അതായത് ഈ ഒരു പോളിനോമിയൽ നമുക്ക് എഴുതാൻ പറ്റും എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ ഈ ഒരു ആൻസർ തന്നെ കിട്ടും. അപ്പൊ ഈ ഒരു ടേമിന് പകരം നമുക്ക് എന്ത് എഴുതാം, ഇതിന് പകരമാണ് നമ്മൾ എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 എന്ന് എഴുതിയത്. അപ്പൊ ഈ ഡിനോമിനേറ്ററിൽ ഈ ഒരു ടേമിന് പകരം നമുക്ക് എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് എഴുതാൻ പറ്റും. ദെൻ ഇതിനെ എക്സ് സ്ക്വയർ പ്ലസ് 1നെ ഫാക്ടറൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം എക്സ് സ്ക്വയർ പ്ലസ് 1 ഫാക്ടറൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈക്വൽ ടു 0 കൊടുത്തിട്ട് ചെയ്യുകയാണ് വേണ്ടത്, അതിന്റെ സൊല്യൂഷൻ കാണാണ് വേണ്ടത് അല്ലെ. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും, -1 എന്ന് കിട്ടും. എക്സ് സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു -1 എന്ന് കിട്ടും. അപ്പൊ എക്സ് ഈക്വൽ ടു റൂട്ട് -1 എന്ന് കിട്ടും. റൂട്ട് -1 എന്ന് പറഞ്ഞാൽ എന്താണ്, ഐ ആണ്. അപ്പൊ പ്ലസ് ഓ മൈനസ് ഐ ആണ് അവിടെ കിട്ടുന്നത് അല്ലെ. അതായത് ഇവിടെ
എക്സ് സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0 വരുമ്പം എക്സ് സ്ക്വയർ ഈക്വൽ ടു -1 എന്ന് വരുന്നു. അപ്പോൾ എക്സ് ഈക്വൽ ടു പ്ലസ് ഓ മൈനസ് റൂട്ട് -1 ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓ മൈനസ് ഐ എന്ന് വരുന്നു. അപ്പം ഇതാണ് അതിന്റെ റൂട്ട്. അതായത് എക്സ് ഈക്വൽ ടു ഐ റൂട്ട് ആണെങ്കിൽ എക്സ് മൈനസ് ഐ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ആയിരിക്കും. അതുപോലെ എക്സ് ഈക്വൽ ടു മൈനസ് ഐ റൂട്ട് ആണെങ്കിൽ എക്സ് പ്ലസ് ഐ ഒരു ഫാക്ടർ ആയിരിക്കും. അപ്പൊ ഇതിനെ എക്സ് സ്ക്വയർ പ്ലസ് 1നെ നമുക്ക് എക്സ് പ്ലസ് ഐ ഇൻറ്റു എക്സ് മൈനസ് ഐ എന്ന് മാറ്റി എഴുതാം. പിന്നെ ഓൾറെഡി ഉള്ള എക്സ് പ്ലസ് 1ഉം. അപ്പൊ ഇവിടെ 3 ഫാക്ടറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുമ്പം എ ബൈ ഒരു ഫാക്ടർ അതായത് എക്സ് പ്ലസ് 1 പ്ലസ് നെക്സ്റ്റ് കോൺസ്റ്റന്റ് ബി ബൈ എക്സ് പ്ലസ് ഐ പ്ലസ് അടുത്ത കോൺസ്റ്റന്റ് സി ബൈ എക്സ് മൈനസ് ഐ എന്ന് എഴുതാൻ പറ്റും. then ഇതിനെ എന്ത് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക അല്ലെങ്കിൽ LCM കണ്ടിട്ട് എഴുതാം. അപ്പോൾ ഇതിന്റെ ഡിനോമിനേറ്റർ ഒക്കെ സെയിം ആയിട്ട് വെക്കുക, ബാക്കി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എക്സ് നമ്മുടെ വൈയിലെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ഇവിടുത്തെ ഡിനോമിനേറ്റർ തന്നെ ആയിരിക്കണം ഈ ഡിനോമിനേറ്ററും. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് എന്ന് പറയുന്നത് ഈ ടേമാണ്. എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് ഐ ഇൻറ്റു എക്സ് മൈനസ് ഐ ആണ് ടേം ഉള്ളത്. അപ്പൊ ഇതേ ടേം തന്നെ വരണമെങ്കിൽ ഇതിന്റെ ഡിനോമിനേറ്റർ ഇത് തന്നെ ആയിരിക്കണം. എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് ഐ ഇൻറ്റു എക്സ് മൈനസ് ഐ ആയിരിക്കണം. അപ്പൊ ഡിനോമിനേറ്റർ അത് തന്നെ വെക്കുന്നു. ബാക്കി എന്ത് ചെയ്യുന്നു, അതിനനുസരിച്ച് നമുക്ക് ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് ഐ ഇൻറ്റു എക്സ് മൈനസ് ഐ. അപ്പൊ ഇതിനെ അതിൽ നമുക്ക് ചെയ്യുമ്പം ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആക്കി കഴിഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ LCM എടുക്കാന്നും പറയും. അപ്പൊ എന്ത് ചെയ്യുക, എയില് നമുക്ക് ഓൾറെഡി ഉള്ള ഡിനോമിനേറ്റർ എക്സ് പ്ലസ് 1 ആണ്. അപ്പൊ ഇതില് മൊത്തത്തിൽ ഡിനോമിനേറ്റർ ഇത് ഫുൾ ആക്കണമെങ്കിൽ ഇവിടെ ഡിനോമിനേറ്റർ എക്സ് പ്ലസ് 1 ആണ് ഉള്ളത്. അപ്പൊ ഇവിടെ ഇല്ലാത്ത ടേമിനെ കൊണ്ട് എനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എക്സ് പ്ലസ് ഐയും എക്സ് മൈനസ് ഐയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഡിനോമിനേറ്ററിൽ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് ഐ ഇൻറ്റു എക്സ് മൈനസ് ഐ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ കൂടെ എന്താണോ മൾട്ടിപ്ലൈ ചെയ്ത് അതെന്ത് ചെയ്യുക, അതിന്റെ ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എക്സ് പ്ലസ് 1ന്റെ കൂടെ നമ്മൾ എക്സ് പ്ലസ് ഐയും എക്സ് മൈനസ് ഐ ആണ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പം അതിന്റെ ന്യൂമറേറ്റർ അതായത് എന്റെ കൂടെ എക്സ് പ്ലസ് ഐയും എക്സ് മൈനസ് ഐയും മൾട്ടിപ്ലൈ ചെയ്യാം. അതുപോലെ ബിന്റെ ഡിനോമിനേറ്റർ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് ഐ ഇൻറ്റു എക്സ് മൈനസ് ഐ ആക്കാൻ വേണ്ടി നമ്മൾ എക്സ് പ്ലസ് ഐന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എക്സ് പ്ലസ് 1ഉം എക്സ് മൈനസ് ഐ ആണ്. അപ്പൊ എന്ത് ചെയ്യുക, ഈ രണ്ട് ടേമും ഇതിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. അതുപോലെ സിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എക്സ് പ്ലസ് 1ഉം എക്സ് പ്ലസ് ഐയും ആണ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിനോമിനേറ്ററിൽ ഫുള്ള് ഡിനോമിനേറ്റർ അതായത് ഇതിന്റെ ഈ 3ന്റെയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതിയത്. അതുകൊണ്ട് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഇത്ര മാത്രം ഓർക്കാം, എന്റെ ഡിനോമിനേറ്റർ ഉള്ളത് എക്സ് പ്ലസ് 1. അപ്പൊ ഇല്ലാത്തത് രണ്ടിനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. എക്സ് പ്ലസ് ഐ കൊണ്ടും എക്സ് മൈനസ് ഐ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. ബിന്റെ ഡിനോമിനേറ്ററിൽ എക്സ് പ്ലസ് ഐ ആണ്. അപ്പൊ അതിൽ ഇല്ലാത്ത രണ്ടുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എക്സ് പ്ലസ് 1ഉം എക്സ് മൈനസ് ഐ ആണ്. പിന്നെ അതുപോലെ സിന്റെ ഡിനോമിനേറ്ററിൽ എക്സ് മൈനസ് ഐ ആണ്. അപ്പൊ അതിലില്ലാത്ത രണ്ടിനെയും കൊണ്ട് എക്സ് പ്ലസ് 1 കൊണ്ടും എക്സ് പ്ലസ് ഐ കൊണ്ടും സിനെ മൾട്ടിപ്ലൈ ചെയ്യാം. ആ രീതിയിലും നോക്കിയാൽ മതി. അപ്പോൾ എ ഇൻറ്റു എക്സ് പ്ലസ് ഐ ഇൻറ്റു എക്സ് മൈനസ് ഐ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് ഐ പ്ലസ് സി ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് ഐ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1 എക്സ് പ്ലസ് ഐ എക്സ് മൈനസ് ഐ എന്ന് വരുന്നു. ദെൻ രണ്ട് ഇക്വേഷൻ സെയിം ആണെങ്കിൽ LHSഉം RHSഉം സെയിം ആണ്, അതിന്റെ ഡിനോമിനേറ്ററും സെയിം ആണെങ്കിൽ ന്യൂമറേറ്റർ ഓൾറെഡി സെയിം ആയിരിക്കും. അപ്പോൾ LHSലെ ന്യൂമറേറ്റർ 1 ആണ് ഉണ്ടായത്. RHSലെ ന്യൂമറേറ്റർ ഉള്ളത് എ ഇൻറ്റു എക്സ് പ്ലസ് ഐ ഇൻറ്റു എക്സ് മൈനസ് ഐ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് ഐ പ്ലസ് സി ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് ഐ. അപ്പൊ ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യണം. ഇക്വേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്റെയും ബിന്റെയും സിന്റെയും വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ എക്സ് പ്ലസ് ഐ ഉണ്ട്, അപ്പൊ ഇവിടെ അതുപോലെ എക്സ് മൈനസ് ഐ ഉണ്ട്. ഇവിടെ എക്സിന് ഐ കൊടുക്കുവാണെങ്കിൽ ഈ ടേം അങ്ങ് 0, അതുപോലെ ബി എന്ന് പറയുന്ന ടേം 0, എന്നിട്ട് അതിന്റെ അകത്ത് സി എന്ന് പറയുന്ന വാല്യൂ കിട്ടും. അപ്പൊ അതുകൊണ്ട് എക്സിന് ഐ എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പം 1 ഈക്വൽ ടു ഇവിടെ എക്സിന് ഐ കൊടുക്കുവാണെങ്കിൽ എന്റെ ടേം 0, ബിന്റെ ടേം 0, ബാക്കിയുള്ളത് സിന്റെ മാത്രം. അപ്പൊ സി ഇൻറ്റു ഐ പ്ലസ് 1 ഇൻറ്റു ഐ പ്ലസ് ഐ എന്ന് വരുന്നു. ഐ പ്ലസ് ഐ 2i. അപ്പം സി ഇൻറ്റു ഐ പ്ലസ് 1 ഇൻറ്റു 2i. ദെൻ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ബ്രാക്കറ്റിനകത്തേക്ക് 2i ഇൻറ്റു ഐ ദാറ്റ് ഈസ് ഈക്വൽ ടു 2i സ്ക്വയർ പ്ലസ് 2i വരുന്നു. ഐ സ്ക്വയർ -1 എന്നറിയപ്പോൾ -2 പ്ലസ് 2i എന്ന് വരുന്നു. ദെൻ 2 കോമൺ ആയതുകൊണ്ട് ഔട്ട് സൈഡിൽ എടുത്തു. അപ്പൊ 2c ഇൻറ്റു ഇവിടെ -1 പ്ലസ് ഐ എന്ന് വരുന്നു. അപ്പൊ അതുകൊണ്ട് സി എന്ന് പറയുന്നത് 1/2 ഇൻറ്റു -1 പ്ലസ് ഐ എന്ന് വരുന്നു. ദെൻ ഡിനോമിനേറ്ററിൽ നമ്മൾ ഇമാജിനറി നമ്പർ വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ കോൺജുഗേറ്റ് കോംപ്ലക്സ് നമ്പർ വരുവാണെങ്കിൽ ഇതിന്റെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അത് നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും. സി ഈക്വൽ ടു 1/2 ഇൻറ്റു -1 പ്ലസ് ഐ ആണുള്ളത്. അപ്പം ഇതിന്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സ് പ്ലസ് ഐ വൈന്റെ കോൺജുഗേറ്റ് എന്താണ്, എക്സ് മൈനസ് ഐ വൈ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സ് പ്ലസ് ഐ വൈ എന്ന് പറഞ്ഞ ഫോർമുല ഉള്ളത്, അതായത് -1 പ്ലസ് ഐ. അപ്പൊ ഇതിന്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് -1 മൈനസ് ഐ ആണ്. എക്സ് പ്ലസ് ഐ വൈന്റെ കോൺജുഗേറ്റ് എക്സ് മൈനസ് ഐ വൈ ആണ്.
അപ്പൊ -1 പ്ലസ് ഐന്റെ കോൺജുഗേറ്റ് -1 മൈനസ് ഐ ആണ്. അപ്പം ഇതിനെ -1 മൈനസ് ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഡിവൈഡ് ചെയ്യാം. അപ്പൊ 1/2 ഇൻറ്റു 1/-1 പ്ലസ് ഐ. ഇതിനെ എന്ത് ചെയ്യുക, രണ്ടിനെയും കൂടെ ഈ ഒരു ടേമിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതുപോലെ കോൺജുഗേറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പം പിന്നെ ഇത് രണ്ടും കൂടി ക്യാൻസൽ ചെയ്ത 1 തന്നെയാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഒരേ ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷന് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതായത് -1 മൈനസ് ഐ. ദെൻ ഡിനോമിനേറ്ററും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഇവിടെ a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി എന്ന് പറഞ്ഞ ഫോമുല ഉള്ളത്. അതെന്ന് പറഞ്ഞാൽ a² മൈനസ് b² ആണ്. അപ്പൊ ഇവിടെ -1 ഹോൾ സ്ക്വയർ മൈനസ് i² എന്ന് വരുന്നു. അപ്പൊ i² എന്ന് പറഞ്ഞാൽ -1 ആണ്. അതുപോലെ -1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1. അപ്പൊ 1 മൈനസ് -1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്ന് വരുന്നു. അപ്പം ആൻസർ 1/2 ഇൻറ്റു -1 മൈനസ് ഐ ഡിവൈഡഡ് ബൈ 2 എന്ന് വരുന്നത്. അതായത് -1/4 ഇൻറ്റു ഇവിടുന്ന് മൈനസിന് ഔട്ട് സൈഡിൽ എടുക്കുകയാണെങ്കിൽ -1/4 ഇൻറ്റു 1 പ്ലസ് ഐ എന്ന് വരുന്നു. പിന്നെ അതുപോലെ എക്സിന് മൈനസ് ഐ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ അപ്പൊ നമുക്ക് സീന്റെ വാല്യൂ കിട്ടി. ഇനി എക്സിന് മൈനസ് ഐ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ എ എന്ന് പറയുന്ന ടേം ക്യാൻസൽ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ എക്സിന് മൈനസ് ഐ കൊടുക്കുകയാണെങ്കിൽ സി എന്ന് പറഞ്ഞ ടേമും 0 ആവുന്നു. ബാക്കിയുള്ളത് ബിന്റെ ടേം മാത്രമാണ്. അപ്പം ബിക്ക് മൈനസ് ഐ കൊടുക്കുകയാണെങ്കിൽ -i പ്ലസ് 1, അതുപോലെ -i മൈനസ് 2i പിന്നെ -i പ്ലസ് 1 കൂടി വരുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നു 1 ഇൻറ്റു ബി ഇൻറ്റു -i പ്ലസ് 1 ഇൻറ്റു -i മൈനസ് 1 എന്ന് വരുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു -i പ്ലസ് 1 ഇൻറ്റു -2i എന്ന് വരുന്നു. അപ്പം ഇംപ്ലൈൻസ് ബി ഈക്വൽ ടു 1/-2i ഇൻറ്റു -i പ്ലസ് 1 എന്ന് വരുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു -1/2 ഇൻറ്റു ഇവിടെ ഐയും -iയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ -i² വരുന്നു. അതുപോലെ ഐയും പ്ലസ് 1ഉം ഐ എന്ന് വരുന്നു. i² എന്ന് പറഞ്ഞാൽ -1 ആണ്. ഈ ഒരു മൈനസും കൂടെ പ്ലസ് 1 ആവുന്നു. അപ്പം 1 പ്ലസ് ഐ എന്ന് ഇവിടെ വരുന്നു. -1/2 ഇൻറ്റു 1 പ്ലസ് ഐ. ഇവിടെയും നോക്കുക, ഡിനോമിനേറ്ററിൽ കോംപ്ലക്സ് നമ്പർ ആണ് വന്നിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യുക, അതിന്റെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ 1 പ്ലസ് ഐന്റെ കോൺജുഗേറ്റ് 1 മൈനസ് ഐ ആണ്. അപ്പൊ 1 മൈനസ് ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതുപോലെ 1 മൈനസ് ഐ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ -1/2 ഇൻറ്റു ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു 1 മൈനസ് ഐ, പിന്നെ അതുപോലെ 1 പ്ലസ് ഐ ഇൻറ്റു 1 മൈനസ് ഐ. അഗെയിൻ a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി ഫോം ആണ്. അപ്പൊ a² മൈനസ് b². അപ്പൊ എന്താണ് a², അതായത് 1² മൈനസ് i² എന്ന് പറഞ്ഞാൽ -1, പിന്നെ ഓൾറെഡി ഉള്ള ഈ -1, അപ്പം +1 എന്നാവുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടുത്തെ -1/2, ഇവിടെ ഒരു 1/2. അപ്പൊ എന്ത് വരുന്നു, -1/4 വരുന്നു ഇൻറ്റു 1 മൈനസ് ഐ എന്ന് വരുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്നു 1/4 മാത്രം ഈ മൈനസ് കൊണ്ട് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 1/2 ഇൻറ്റു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ -1 പ്ലസ് ഐ. അതിനെ ഞാൻ റീഅറേഞ്ച് ചെയ്തിട്ട് എഴുതുകയാണ് 1/4 ഇൻറ്റു i മൈനസ് 1 എന്നുള്ളത്. സെയിം തന്നെയല്ലേ, റീഅറേഞ്ച് ചെയ്തിട്ട് എഴുതി. ദെൻ നമുക്ക് ബിയും സിയും കിട്ടി. ഇനി എയും കൂടെ കണ്ടുപിടിക്കണം. എ കണ്ടുപിടിക്കാൻ വേണ്ടി ഇതില് അതായത് ബിന്റെയും ഇതിന്റെയും ടേം 0 ആക്കണം. അതായത് എക്സിന് -1 കൊടുക്കുകയാണെങ്കിൽ ബിന്റെ ടേം 0, അതുപോലെ എക്സിന് -1 കൊടുക്കുകയാണെങ്കിൽ സിന്റെ ടേം 0, ബാക്കി നമുക്ക് എന്റെ ടേം മാത്രം കിട്ടും. അപ്പൊ എന്റെ വാല്യൂ അതിന്റെ കണ്ടുപിടിക്കാം. അപ്പം പുട്ട് x ഈക്വൽ ടു -1 ഇൻ ഇക്വേഷൻ 2. therefore ഇക്വേഷൻ 2 implies 1 ഈക്വൽ ടു a ഇൻറ്റു -1 പ്ലസ് i ഇൻറ്റു -1 മൈനസ് i. അപ്പൊ a ഇൻറ്റു ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതുന്നു -1 ഇൻറ്റു -1 -1 ഇൻറ്റു -i പ്ലസ് i i ഇൻറ്റു -1 മൈനസ് i ഇൻറ്റു -i മൈനസ് i² എന്ന് വരുന്നു. i² -1 ഇൻറ്റു -1 അത് പ്ലസ് ആകുന്നു. ദെൻ ഐയും -iയും ക്യാൻസൽ ചെയ്യുന്നു. അപ്പം 1 പ്ലസ് 1 ഇൻറ്റു a, അതായത് 2a ഈക്വൽ ടു 1 എന്ന് വരുന്നു. therefore a ഈക്വൽ ടു 1/2 എന്ന് കിട്ടുന്നു. ഇനി ഈ വാല്യൂസ് ഒക്കെ നമ്മൾ ചെയ്തതിന്റെ എന്റെയും ബിന്റെയും സിന്റെയും വാല്യൂ കണ്ടുപിടിക്കാനായിരുന്നു. അപ്പൊ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എയും ബിയും സിയും നമ്മളിപ്പം കണ്ടുപിടിച്ചു. ആ വാല്യൂസ് ഈ ഒരു ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. therefore ഇക്വേഷൻ 1 implies y ഈക്വൽ ടു എന്റെ സ്ഥാനത്ത് 1/2, ബിന്റെ സ്ഥാനത്ത് ഇപ്പം കിട്ടിയ വാല്യൂ, അതുപോലെ സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നു 1/2 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1 പ്ലസ് ബിന്റെ വാല്യൂ 1/4 ഇൻറ്റു i മൈനസ് 1 ഡിവൈഡ് ബൈ എക്സ് പ്ലസ് ഐ പ്ലസ് സിന്റെ വാല്യൂ -1/4 ഇൻറ്റു 1 പ്ലസ് ഐ ഡിവൈഡ് ബൈ എക്സ് മൈനസ് ഐ എന്ന് വരുന്നു. അപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ 1/2 എല്ലാത്തിലും കോമൺ ആണ്. 1/2 ഔട്ട് സൈഡിൽ എടുക്കുന്നു. അപ്പം ഇവിടെ ബാക്കിയുള്ളത് 1/x പ്ലസ് 1ഉം ഇവിടുന്ന് 1/2 ഔട്ട് സൈഡിൽ എടുത്ത ബാക്കിയുള്ളത് 1/2 ഇൻറ്റു i മൈനസ് 1 ബാക്കിയുണ്ട്. അപ്പം i മൈനസ് 1 ഡിവൈഡ് ബൈ 2 ഇൻറ്റു ഈ ടേം 1/x പ്ലസ് ഐ. അതുപോലെ ഇവിടെ നിന്നും 1/2 ഔട്ട് സൈഡ് എടുത്താൽ -1/2 ബാക്കിയുണ്ട്. അപ്പൊ -1/2 ഇൻറ്റു 1 പ്ലസ് ഐ ഇൻറ്റു 1/x മൈനസ് ഐ എന്ന് വരുന്നു.
ഇനി ഇതിന് y നമുക്ക് കിട്ടി. ഇനി നമുക്ക് കാണേണ്ടത് ഇതിന്റെ nth ഡെറിവേറ്റീവ് ആണ്, അതായത് yn കാണണം. അപ്പൊ yn കാണണമെങ്കിൽ ഇതിൽ 1/2 കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് കോൺസ്റ്റന്റ് ഔട്ട് സൈഡിൽ എടുത്തു. പിന്നെ ഇതിന്റെ nth ഡെറിവേറ്റീവ്, പിന്നെ ഇതിന്റെ nth ഡെറിവേറ്റീവ്, പിന്നെ ഇതിന്റെ nth ഡെറിവേറ്റീവ്. അപ്പൊ 1/2 × nth ഡെറിവേറ്റീവ് ഓഫ് 1/x+1. ഇവിടെ i - 1/2 എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് ആണ്, അപ്പൊ ഔട്ട് സൈഡിൽ എടുത്തു. ദെൻ ഇതിന്റെ nth ഡെറിവേറ്റീവ് ഓഫ് 1 + x + i. പിന്നെ ഇത് കോൺസ്റ്റന്റ് ആണ്, അതായത് -i+1 / 2 എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് ആണ്, അതിനെ ഔട്ട് സൈഡിൽ എടുക്കുന്നു. ദെൻ nth ഡെറിവേറ്റീവ് ഓഫ് 1/x - i വരുന്നു. ഇനി ഇതിന്റെ ഓരോന്നിന്റെ nth ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഏത് ഫോമിലാണുള്ളത്? 1/ax + b എന്ന് പറഞ്ഞ ഫോമിലാണുള്ളത്. എക്ക് പകരം 1 ആണുള്ളത്, ബിയും 1 ആണുള്ളത്. അപ്പൊ 1/ax + b ന്റെ nth ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ -1 all raised to n × n factorial × a raised to n divided by ax + b all raised to n + 1 ആണ്. ഇവിടെ എക്ക് പകരം 1 ആണെന്ന് പറഞ്ഞു, അതുകൊണ്ട് -1 all raised to n × n factorial × 1 raised to n divided by ax + b, അതായത് ഇവിടെ x + 1 ആണ്. അപ്പൊ x + 1 all raised to n + 1 പ്ലസ് i - 1/2 ഇൻറ്റു ഇതും സെയിം ഇത് തന്നെയാണ്, ax + b എന്ന് പറഞ്ഞ ഫോമുല ഉള്ളത്. അപ്പൊ ഇവിടെ എക്ക് പകരം 1 ആണുള്ളത്, ബിക്ക് പകരം i ആണുള്ളത്. സെയിം മെത്തേഡ് തന്നെ. ഇപ്പൊ -1 all raised to n factorial × 1 raised to n divided by ax + b ക്ക് പകരം ഇവിടെ x + i ആണ്, അപ്പൊ x + i all raised to n + 1 -i + 1 divided by 2 ഇൻറ്റു സെയിം 1/x ax + b എന്ന് പറഞ്ഞ ഫോം. എക്ക് പകരം 1, ബിക്ക് പകരം -i. അപ്പൊ സെയിം മെത്തേഡ് തന്നെ യൂസ് ചെയ്യാം. -1 all raised to n factorial × 1 raised to n divided by x - i all raised to n + 1 എന്ന് വരുന്നു. ദെൻ കോമൺ ടേംസ് ആയിട്ടുള്ള കോമൺ ടേംസ് നമ്മൾ ഔട്ട് സൈഡിൽ എടുത്തു, അതായത് 1/2 × -1 all raised to n factorial × 1/x + 1 all raised to n + 1 plus i - 1/2 × 1/x + i × x + 1 minus of i + 1 divided by 2 × 1/x - i all raised to n + 1 എന്ന് വരുന്നു. That is equal to 1/2 × -1 all raised to n factorial into ഇതിനെ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഇതിനെ x + 1 all raised to - of n + 1 എന്ന്. n + 1 നെ മുകളിലേക്ക് പോകുമ്പോൾ - of n + 1, അതുപോലെ പ്ലസ് i - 1/2 ഇൻറ്റു ഇതിനെ മുകളിലേക്ക് കൊണ്ടുപോകുന്നു, അതായത് x + i all raised to - of n + 1, പിന്നെ of i + 1/2 ഇൻറ്റു ഇതും അതുപോലെ തന്നെ x - i all raised to - of n + 1. ഈ ഒരു ഫോമിൽ എഴുതാം. ദെൻ ഇതിന് നമ്മൾ പോളാർ കോർഡിനേറ്റ്സിലേക്ക് മാറ്റുമ്പോൾ എക്സിന് r cos θ, ഇവിടെ ബാക്കിയുള്ളത് 1 ആണുള്ളത് അല്ലെ. x + iy എന്നുള്ള ഫോമിലാണെങ്കിൽ ഇവിടെയും 1ന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെയും 1 ആണുള്ളത്, ഇവിടെയും 1ന് നമ്മൾ r cos θ കൊടുക്കുന്നു. അതുപോലെ എക്സിന് r cos θ, 1ന് r sin θ കൊടുക്കുന്നു. അപ്പം r എന്ന് പറയുന്നത് എന്താവും? r എന്ന് പറയുന്നത് കണ്ടുപിടിക്കുന്നത് നമുക്കറിയാം, ഈ ഒരു ഇക്വേഷനെ സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്യുന്നതാണ്. അപ്പൊ x² = r² cos² θ, അതുപോലെ 1² = r² sin² θ കൂടി ആഡ് ചെയ്യുക. അപ്പം LHS ആഡ് ചെയ്യുമ്പോൾ x² + 1² = r² cos² θ + r² sin² θ. r² നെ ഔട്ട് സൈഡിൽ എടുക്കുമ്പോൾ r² × cos² θ + sin² θ. അപ്പൊ cos² θ + sin² θ 1 ആണ്, അപ്പൊ r² എന്ന് വരുന്നു. അപ്പം LHS ഇവിടെ ഉണ്ട് x² + 1 എന്നുണ്ട്. അപ്പൊ r = √(x² + 1). അത് നിങ്ങൾ ചെയ്ത് നോക്കാം, അതിന്റെ സ്റ്റെപ്പ് ഞാൻ എഴുതിയിട്ടില്ല. അപ്പൊ r = √(x² + 1 എന്ന് വരുന്നു. ഇനി θ എന്ന് പറയുന്നത് കണ്ടുപിടിക്കുന്നത് ഇതിനെ ഈ ഒരു ഇക്വേഷനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, അതായത് 1/x = r sin θ / r cos θ. r ക്യാൻസൽ ചെയ്താൽ sin θ / cos θ എന്ന് പറയുന്നത് tan θ. അപ്പൊ tan θ = 1/x എന്ന് വരുന്നു. അപ്പം θ = tan inverse 1/x എന്നുള്ള ഫോമിൽ വരുന്നു. നമ്മുടെ നേരത്തെ അവിടെ a/x ആയിരുന്നു, ഇവിടെ എക്ക് പകരം 1 ആയതുകൊണ്ടാണ് 1/x. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ ആദ്യം ഞാൻ ഈ ഒരു ടേം എടുക്കുന്നു, x + 1 all raised to - of n + 1 ന്റെ ടേം എടുക്കുക. അപ്പൊ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എക്സിന് r cos θ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ r cos θ പ്ലസ് 1ന് r sin θ all raised to - of n + 1. അപ്പൊ ഇവിടെ r raised to - of n + 1 കോമൺ ആയതുകൊണ്ട് അതിനെ ഔട്ട് സൈഡിൽ എടുക്കുന്നു. അപ്പൊ r raised to - of n + 1 ഇൻറ്റു cos θ പ്ലസ് sin θ all raised to - of n + 1 എന്ന് വരുന്നു. അതുപോലെ x + i all raised to - of n + 1 ചെയ്യുക. that is equal to x ന് r cos θ പ്ലസ് ഇവിടെ i × 1 എന്നുള്ള ഫോമാണ് ഇതുള്ളത്. ഇവിടെ ഒരു 1 ഉണ്ട്, 1 എഴുതാതെ കൊണ്ടാണ്. അപ്പം i × 1 എന്നുള്ള ഫോമിലാണെങ്കിൽ ഇവിടെ എന്ത് വരും? i × 1ന് വരെ r sin θ all raised to - of n + 1. അപ്പൊ r raised to - of n + 1 കോമൺ ഔട്ട് സൈഡിൽ എടുക്കുന്നു. ബാക്കിയുള്ള ടേംസ് എന്ന് പറഞ്ഞ് cos θ പ്ലസ് i sin θ all raised to - of n + 1 എന്ന് വരുന്നു. ദെൻ ഇവിടെ ഡി മോവിയസ് തിയറം അപ്ലൈ ചെയ്യാം. cos n θ പ്ലസ് i sin n θ എന്നുള്ള ഒരു ഡി മോവിയസ് തിയറം ഇല്ലേ, ആ തിയറം അപ്ലൈ ചെയ്യാം. അപ്പൊ ഇവിടെ എന്ത് വരും? cos of - of n + 1 θ പ്ലസ് i sin of - of n + 1 θ എന്ന് വരുന്നു.
സെയിം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോസ് ഓഫ് മൈനസ് തീറ്റ കോസ് തീറ്റയാണ്, അതുകൊണ്ട് കോസ് ഓഫ് n പ്ലസ് 1 തീറ്റ എന്ന് വരുന്നു. അതുപോലെ സൈൻ ഓഫ് മൈനസ് തീറ്റ മൈനസ് സൈൻ തീറ്റയാണ്, അതുകൊണ്ട് സൈൻ ഓഫ് മൈനസ് ഓഫ് n പ്ലസ് 1 തീറ്റ എന്ന് പറയുന്നത് മൈനസ് സൈൻ ഓഫ് n പ്ലസ് 1 തീറ്റ എന്ന് വരുന്നു. അപ്പൊ മൈനസ് i ഇൻറ്റു സൈൻ ഓഫ് n പ്ലസ് 1 തീറ്റ എന്ന് വരുന്നു. അതുപോലെ സെക്കൻഡ് ടേം ആയിട്ടുള്ള സെക്കൻഡ് ടേമും തേർഡ് ടേമും ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും കണ്ടുപിടിച്ച് ഇതും കൂടെ കണ്ടുപിടിക്കാം. എക്സ് മൈനസ് ഐ ഓൾ റൈസ് മൈനസ് ഓഫ് എക്സ് n പ്ലസ് 1 കൂടെ കണ്ടുപിടിക്കാം. സെയിം മെത്തേഡ് തന്നെ എക്സിന് ആർ കോസ് തീറ്റ, പിന്നെ ഇവിടെ ഐ ഇൻറ്റു 1 ആണ്, അപ്പം മൈനസ് ഐ ഇൻറ്റു 1 വരെ ആർ സൈൻ തീറ്റ ഓൾ റൈസ് മൈനസ് ഓഫ് n പ്ലസ് 1. സെയിം പ്രൊസീജിയർ തന്നെ ആർ റൈസ് മൈനസ് ഓഫ് n പ്ലസ് 1 കോൺസ്റ്റന്റ് ഔട്ട് സൈഡിൽ എടുക്കുന്നു. ബാക്കിയുള്ള ടേംസ് അതിൽ ഡിമോവിയസ് തിയറം അപ്ലൈ ചെയ്യുക. അപ്പൊ കോസ് ഓഫ് മൈനസ് ഓഫ് n പ്ലസ് 1 തീറ്റ മൈനസ് ഐ സൈൻ ഓഫ് മൈനസ് ഓഫ് n പ്ലസ് 1 തീറ്റ. സെയിം മെത്തേഡ് തന്നെ കോസ് ഓഫ് മൈനസ് തീറ്റ കോസ് തീറ്റ, സൈൻ ഓഫ് മൈനസ് തീറ്റ മൈനസ് സൈൻ തീറ്റ, അതുകൊണ്ട് കോസ് ഓഫ് n പ്ലസ് 1 തീറ്റ. ഇവിടെ ഓൾറെഡി ഉള്ള മൈനസും സൈൻ ഓഫ് മൈനസ് തീറ്റന്റെ മൈനസും, അപ്പം പ്ലസ് ആവുന്നു, പ്ലസ് ഐ സൈൻ ഓഫ് n പ്ലസ് 1 തീറ്റ വരുന്നു. ഇനി ഇതൊക്കെ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഈ വാല്യൂസ് 3 വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് yn ഈക്വൽ ടു 1/2 ഇൻറ്റു മൈനസ് 1 ഓൾ റേസ് ടു n ഫാക്ടോറിയൽ ഇൻറ്റു ഇതിന് പകരം ഫസ്റ്റ് ടേമും ആർ റേസ് ടു മൈനസ് ഓഫ് n പ്ലസ് 1 കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ ഓൾ റേസ് ടു മൈനസ് ഓഫ് n പ്ലസ് 1 പ്ലസ് ഐ മൈനസ് 1/2 ഇൻറ്റു സെക്കൻഡ് ടേം നമുക്ക് കിട്ടിയത് ആർ റേസ് ടു മൈനസ് ഓഫ് n പ്ലസ് 1 ഇൻറ്റു കോസ് ഓഫ് n പ്ലസ് 1 തീറ്റ മൈനസ് ഐ സൈൻ ഓഫ് n പ്ലസ് 1 തീറ്റ മൈനസ് ഓഫ് ഐ പ്ലസ് 1 ഡിവൈഡ് ബൈ 2 ഇൻറ്റു ആർ റേസ് ടു മൈനസ് ഓഫ് n പ്ലസ് 1 ഇൻറ്റു കോസ് ഓഫ് n പ്ലസ് 1 തീറ്റ പ്ലസ് ഐ സൈൻ ഓഫ് n പ്ലസ് 1 തീറ്റ. ദെൻ ആർ റേസ് ടു മൈനസ് ഓഫ് n പ്ലസ് 1 കോമൺ ആണ് 3 ടേമിലും ഔട്ട് സൈഡിൽ എടുക്കുന്നു. അപ്പം 1/2 ഇൻറ്റു മൈനസ് 1 ഓൾ റേസ് ടു n ഇൻറ്റു n ഫാക്ടോറിയൽ ഇൻറ്റു ആർ റേസ് ടു മൈനസ് ഓഫ് n പ്ലസ് 1 വരുന്നു. ബാക്കിയുള്ള ടേംസ് കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ ഓൾ റേസ് ടു മൈനസ് ഓഫ് n പ്ലസ് 1 പ്ലസ് ഐ മൈനസ് 1 ഡിവൈഡ് ബൈ 2 ഇൻറ്റു കോസ് ഓഫ് n പ്ലസ് 1 തീറ്റ മൈനസ് ഐ സൈൻ ഓഫ് n പ്ലസ് 1 തീറ്റ മൈനസ് ഓഫ് ഐ പ്ലസ് 1 ഡിവൈഡ് ബൈ 2 ഇൻറ്റു കോസ് ഓഫ് n പ്ലസ് 1 തീറ്റ പ്ലസ് ഐ സൈൻ ഓഫ് n പ്ലസ് 1 തീറ്റ എന്ന് വരുന്നു. ദെൻ ഈ രണ്ട് ടേമിലും 1/2 കോമൺ ആയതുകൊണ്ട് അതിന്റെ അകത്ത് 1/2 ഔട്ട് സൈഡിൽ എടുക്കുന്നു. ബാക്കിയുള്ള ടേംസ് ഒക്കെ അതുപോലെ തന്നെ എഴുതാം. പിന്നെ ചെയ്യുന്നത് ഐ മൈനസ് 1 ഇൻറ്റു ഈ ഒരു ഐ മൈനസ് 1 ഈ ബ്രാക്കറ്റിലുള്ള ടേമിന് കോമൺ ആണ്, അതുകൊണ്ട് ഇതിനെ ഓരോന്നിനും മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഐ കൊണ്ട് ഇതിലെ ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യുക, അതുപോലെ മൈനസ് 1 കൊണ്ട് ഇതിലെ ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ മൈനസ് ഓഫ് ഐ പ്ലസ് 1നെയും ഇതിലെ ഈ ഒരു ബ്രാക്കറ്റിനകത്തുള്ള എല്ലാത്തിനും കോമൺ ആണ്, അതുകൊണ്ട് ഐ കൊണ്ട് ഈ ഒരു ടേമിലെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുക, അതുപോലെ മൈനസ് ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതുപോലെ ഈ മൈനസ് 1 കൊണ്ട് ഈ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്നു 1/2 ഇൻറ്റു മൈനസ് 1 ഓൾ റേസ് ടു n ഫാക്ടോറിയൽ ഇൻറ്റു ആർ റേസ് ടു മൈനസ് ഓഫ് n പ്ലസ് 1 ഇൻറ്റു കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ ഓൾ റേസ് ടു മൈനസ് ഓഫ് n പ്ലസ് 1 പ്ലസ് 1/2 ഇൻറ്റു ഐ കോസ് ഓഫ് n പ്ലസ് 1 തീറ്റ മൈനസ് ഐ സ്ക്വയർ ഇൻറ്റു സൈൻ ഓഫ് n പ്ലസ് 1 തീറ്റ മൈനസ് ഓഫ് കോസ് ഓഫ് n പ്ലസ് 1 തീറ്റ പ്ലസ് ഐ ഇൻറ്റു സൈൻ ഓഫ് n പ്ലസ് 1 തീറ്റ മൈനസ് ഐ ഇൻറ്റു കോസ് ഓഫ് n പ്ലസ് 1 തീറ്റ മൈനസ് ഐ സ്ക്വയർ ഇൻറ്റു സൈൻ ഓഫ് n പ്ലസ് 1 തീറ്റ മൈനസ് കോസ് ഓഫ് n പ്ലസ് 1 തീറ്റ മൈനസ് ഐ സൈൻ ഓഫ് n പ്ലസ് 1 തീറ്റ. ഇവിടെ നോക്കാം, ഐ കോസ് ഓഫ് n പ്ലസ് 1 തീറ്റയും മൈനസ് ഐ കോസ് ഓഫ് n പ്ലസ് 1 തീറ്റയും ക്യാൻസൽ ചെയ്തു. ഐ സൈൻ ഓഫ് n പ്ലസ് 1 തീറ്റയും മൈനസ് ഐ സൈൻ ഓഫ് n പ്ലസ് 1 തീറ്റയും ക്യാൻസൽ ചെയ്തു. ബാക്കിയുള്ള ടേം നമുക്ക് വരുന്നത് മൈനസ് ഐ സ്ക്വയർ ഇൻറ്റു സൈൻ ഓഫ് n പ്ലസ് 1 തീറ്റ, അതുപോലെ മൈനസ് കോസ് ഓഫ് n പ്ലസ് 1 തീറ്റ മൈനസ് ഐ സ്ക്വയർ ഇൻറ്റു സൈൻ ഓഫ് n പ്ലസ് 1 തീറ്റ മൈനസ് കോസ് ഓഫ് n പ്ലസ് 1 തീറ്റ. അപ്പം ആ ടേം രണ്ടും കൂടെ ഇവിടെ ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൈനസ് 1 ആണ്, മൈനസ് 1 മൈനസ് 1 പ്ലസ് ആവുന്നു. അതുപോലെ സെയിം ഇത് തന്നെയാണ് ഇവിടെയും. അപ്പം പ്ലസ് സൈൻ ഓഫ് n പ്ലസ് 1 തീറ്റ പ്ലസ് സൈൻ ഓഫ് n പ്ലസ് 1 തീറ്റ എന്ത് വരുന്നത് 2 സൈൻ ഓഫ് n പ്ലസ് 1 തീറ്റ വരുന്നു. അതുപോലെ ഇവിടെ മൈനസ് കോസ് ഓഫ് n പ്ലസ് 1 തീറ്റയും മൈനസ് കോസ് ഓഫ് n പ്ലസ് 1 തീറ്റയും മൈനസ് 2 കോസ് ഓഫ് n പ്ലസ് 1 തീറ്റയും. അപ്പൊ അത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് എഴുതി 1/2 ഇൻറ്റു മൈനസ് 1 ഓൾ റേസ് ടു n ഫാക്ടോറിയൽ ആർ റേസ് ടു മൈനസ് ഓഫ് n പ്ലസ് 1 തീറ്റ cos theta plus sin theta all raised to minus of n plus 1 plus 1/2 into 2 sin of n plus 1 theta minus 2 cos of n plus 1 theta എന്ന് വരുന്നു. ദെൻ ഇവിടെ രണ്ടിലും 2 കോമൺ ആണ്, അതിന് ഔട്ട് സൈഡ് എടുക്കുന്നു. അപ്പൊ ഈ 2ഉം ഈ 2ഉം കൂടെ ക്യാൻസൽ ചെയ്യുന്നു. ബാക്കിയുള്ള ടേംസ് എന്ന് പറയുന്നത് 1/2 into minus 1 all raised to n factorial into r raised to minus of n plus 1 into cos theta plus sin theta all raised to minus of n plus 1 പ്ലസ് സൈൻ ഈ രണ്ട് ടൂം കൂടെ ക്യാൻസൽ ചെയ്ത് ബാക്കിയുള്ളത് സൈൻ ഓഫ് n പ്ലസ് 1 തീറ്റ മൈനസ് കോസ് ഓഫ് n പ്ലസ് 1 തീറ്റ എന്ന് വരുന്നു. അതായത് നമുക്ക് y എന്ന് പറയുന്ന ഈ ടേം കിട്ടി. അപ്പൊ ഇവിടെ r എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, r ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 ആൻഡ് തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1/x. ഇത് കുറച്ച് ലെങ്തി വീഡിയോ ആണ്, അതാണ് കുറച്ച് സ്പീഡിൽ പറഞ്ഞത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, നിങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ട് കാണാം, നോട്ട് എഴുതിയെടുക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.